എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോ അല്ല ഇത് 2-3 ദിവസം മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ SLC ബാച്ച് ഒരു ചെറിയ ട്രിപ്പ് പോകുന്നുണ്ടെന്ന്. ഇതിനെ ട്രിപ്പെന്നോ പിക്നിക്കെന്നോ അങ്ങനെ എന്തോ വിളിക്കാൻ പറ്റുള്ളൂ, വലിയ ടൂറെന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ തൃശ്ശൂർ അടുത്ത പുറത്ത് പരിസരത്തൊക്കെ ഒന്ന് വെറുതെ വട്ടം കറങ്ങി ഒന്ന് വന്നു. പക്ഷേ രസകരമായി കുറച്ച് സമയങ്ങൾ ചിലവഴിച്ചു, അതൊക്കെയാണ്. പക്ഷെ നമുക്ക് എന്ത് യാത്ര പോകുമ്പോഴും അതിന് മുന്നോടിയായിട്ട് കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ചെയ്താലല്ലേ നമുക്കത് സ്മൂത്തായിട്ട് അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ തലേദിവസം ഞാൻ കുറച്ച് ചെയ്യുന്ന പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ തലേദിവസം ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. അതായത് നമുക്ക് പിറ്റേ ദിവസം രാവിലെ വേണമെങ്കിൽ കുറേ നേരത്തെ എണീറ്റിട്ട് ചോറും കറികളും എല്ലാ സംഭവങ്ങളൊക്കെ ചെയ്ത് വെക്കാം. പക്ഷേ നമുക്കപ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും കുറേ നേരത്തെ എണീറ്റ്. അപ്പോൾ വചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ കുറേ നേരത്തെ ഒന്നും എണീറ്റിട്ടൊന്നും ചെയ്യേണ്ട, എന്തെങ്കിലും പറ്റണതൊക്കെ ചെയ്താൽ മതി, ബാക്കി ഞാൻ ചെയ്തോളാമെന്ന്. പക്ഷേ എനിക്കൊരു സമാധാനമില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ തലേദിവസം ചൂട മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് നമ്മൾ നത്തോലി എന്നൊക്കെ പറയുന്ന ആളിവിടെ ചൂടാന്നാണ് പറയുക. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം കുറച്ചെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് ഞാൻ ഒരു പാത്രത്തിലെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്, കാരണം അതൊരു പ്രാവശ്യം വറക്കാനും കൂടി വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ ഈ ചൂട മീനിന് ഭയങ്കര വില കുറവാന്ന് തോന്നുന്നു. പക്ഷേ ഇത് നന്നാക്കാനുള്ള മെനക്കെട് കാരണം ആരും ഇപ്പോൾ കിലോ 100 150 150 പിന്നെ 100 എന്നൊക്കെ പറയുന്നത് കേട്ടോ. 1.5 കിലോ 100 അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തീരെ ചെറുതെന്ന് പറയാനില്ല, എന്നാലും നന്നാക്കാനായിട്ട് അത്യാവശ്യം സമയം വേണം. ഓരോന്നും പെറുക്കി എടുത്ത് നമ്മുടെ കയ്യിലൂടെ പാസ് ചെയ്ത് പോകണമല്ലോ. എന്നാലും ചെമ്മീൻ നന്നാക്കണം അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളത് ഉപ്പും മുളക്. അപ്പോൾ ഞങ്ങൾ ട്രിപ്പ് പോണത് ഞായറാഴ്ചയാണ്. അപ്പോൾ തലേദിവസം ശനിയാഴ്ചയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ അപ്പത്തിനുള്ള മാവ് അരച്ച് വയ്ക്കാനാണ്. അപ്പോൾ ഞാനൊരു മൺകുടത്തിൽ ഒരു തേങ്ങ വെള്ളം ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് അത് പുളിപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയും തലേദിവസം. അപ്പോൾ നല്ല ഫെർമെൻ്റായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ടല്ല ഈ അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനായിട്ട് ആദ്യം കുറച്ച് നാളികേരം ഞാനിങ്ങനെ പുളുകുത്തിയെടുക്കുകയാണ്, എപ്പോഴും പറയാറുണ്ട്. അതൊന്ന് അരച്ചെടുത്തു. അതിന് ശേഷം നമ്മൾ കുതിർത്തിയെടുത്തിക്കണ അരി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മാവ് അരച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ഉണ്ടാക്കി കഴിച്ചാൽ മാളും ഒക്കെ പിള്ളേരൊക്കെ എനിക്ക് അവർക്ക് കഴിക്കാറാവുമ്പോൾ അവളുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഭരതന് കുറച്ച് കഞ്ഞി എടുത്ത് വെച്ചാൽ ആൾക്ക് അത് മതി. ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ആൾക്ക് കഴിക്കുന്നത് ഇഷ്ടമില്ല. അപ്പം നമുക്ക് ഇത് അരച്ച് ശരിയാക്കി വെച്ചാൽ പിന്നെ രാവിലെ പിള്ളേരെ എണീക്കുമ്പോൾ എന്തുണ്ടാക്കുന്നുള്ള ടെൻഷൻ ഇല്ലല്ലോ. പിന്നെ അവൾക്കും വെള്ളയപ്പം ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വെള്ളയപ്പത്തിന് അരയ്ക്കുമ്പോൾ കുറച്ചൊന്നൊരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മാവ് നല്ല സ്മൂത്തായിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഈ ക്യാമറയിൽ മിക്സിയുടെ ബാക്ക് സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പിടിച്ച് ഒഴിച്ചതാണ് കേട്ടോ. മുന്നേ എനിക്കൊരു സബ്സ്ക്രൈബർ എനിക്ക് മെയിൽ അയക്കാറൊക്കെ ഉണ്ട്, കൃഷ്ണ എന്നാണ് ആളുടെ പേര്. അപ്പോൾ ആളെപ്പോഴും പറയാറുണ്ട്, ആളുടെ ചെറുപ്പത്തിലെ ഓരോ കാര്യങ്ങളും ആണ് ബിനി വീഡിയോയിലൂടെ പറയണേ, ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയാറുണ്ട് കൃഷ്ണ. ഇപ്പോൾ കുറേ നാളായിട്ട് കൃഷ്ണയുടെ കമൻസ് ഒന്നും കാണാറില്ല കേട്ടോ. അപ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ നമ്മൾക്ക് എങ്ങോട്ടെങ്കിലും യാത്ര പോയിട്ട് നമ്മൾ വൈകുന്നേരം തിരിച്ചു വരുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ അത് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് അറിയില്ല. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ മോള് എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവൾ ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും ചെയ്തു വയ്ക്കുന്നില്ല. ഇനി ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച് ഈ ചട്ടിയിലാണ് മീൻ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ചട്ടി മുന്നേ വാങ്ങിക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളെപ്പോഴും മീൻ കഴുകി നന്നായിട്ട് ഉപ്പ് പുരട്ടി ഇങ്ങനെ തിരുമ്പുമ്പോൾ ഇത്തിരി വായവട്ടം വിസ്താരമൊക്കെ ഉള്ള ചട്ടിയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉപ്പ് പുരട്ടി തിരുമാനൊക്കെ പറ്റും. അല്ലെങ്കിൽ ഇങ്ങോട്ട് ചാടി ആകെ പ്രശ്നമായിരിക്കും. അപ്പോൾ എനിക്ക് എപ്പോഴും ഇത്തിരി വട്ടത്തിലുള്ള ഒരു ചട്ടി വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ചട്ടി കിട്ടിയത് കേട്ടോ. നല്ല അടിപൊളിയാണ്. നല്ലോണം മീനൊക്കെ ഇട്ട് ഇങ്ങനെ വിസ്തരിച്ച് കഴുകാനൊക്കെ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഉള്ളി കാച്ചിട്ട് അത് മാറ്റി വയ്ക്കുകയാണ്. ബാക്കിയുള്ളതിലേക്ക് കുറച്ച് കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുറച്ച് നീളത്തിലരിഞ്ഞിട്ടുള്ള ഉള്ളി, ഇപ്പം വലിയ ചക്ക പോലത്തെ ഉള്ളിയാണ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നീളത്തിലരിഞ്ഞ സവോള പോലെ ഉണ്ട് കാണാൻ. പക്ഷേ സവോള ഇല്ല, അത് ഉള്ളി തന്നെയാണ് കേട്ടോ. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, അത്യാവശ്യം ഐറ്റംസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ.
അതുപോലെ നമ്മൾ ഇതിൽ വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉലുവിട്ട് പൊട്ടിക്കാം. നേരിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടായാലേക്ക് ഉലുവിടുമ്പോൾ എനിക്ക് എന്താ പ്രശ്നം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ വാടി വരുമ്പോഴേക്കും ഉലുവ ആകെ കരിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂട്ടത്തിലിട്ട് കൊടുത്താൽ വലിയ കുഴപ്പമില്ല. അത് അതിൻ്റെ ആ കളറ് കറുത്ത കളറാവാത്ത രീതിയിൽ നല്ലൊരു സ്മെല്ലുമാണ്. അല്ലെങ്കിൽ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഉലുവ പൊടിച്ച് വെച്ചത് തീർന്നു പോയി. പിന്നെ ഇത് പുളിയൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെക്കുന്ന കറി ആയതുകൊണ്ട് നമുക്കത് ഇട്ടില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. ഇതിന് ശരിക്കും ഇരുമ്പമ്പുളി എന്ന് പറയുന്നില്ലേ, അതിട്ടിട്ട് വെച്ചാലും മാങ്ങ ഇട്ട് വെച്ചാലും സൂപ്പറാണ്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ മാങ്ങയുടെ സീസണൊക്കെ ഒരുവിധം കഴിഞ്ഞ പോലെയാണ്. മാവുമ്മയൊക്കെ ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് നിൽക്കുന്നുണ്ടാവും. തൊലിയൊക്കെ കറുപ്പ് കളറായിട്ട്. ചെറിയ മാങ്ങയാണെങ്കിൽ പോലും അതിങ്ങനെ ഒരു ചെനച്ച പരുവൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുടപ്പുളി ഇട്ടിട്ട് തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ മീൻ വറക്കാനായിട്ട് മാറ്റി വെക്കാനുള്ളതുകൊണ്ട് തന്നെ അതിൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ സമയത്ത് മല്ലിപ്പൊടി ചേർത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി ഊണ് കഴിക്കാനായിട്ട് ഇതൊന്ന് കുറച്ച് കറി എടുക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കും. എന്നിട്ട് ഓഫാക്കി വയ്ക്കും. അപ്പോൾ നാളേക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. തേങ്ങ അരച്ച് വെച്ച കറിയായാലും ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മളിത് വൈകുന്നേരമാണല്ലോ വെക്കണേ, അതുകൊണ്ട് വിഷയമില്ല. അപ്പോൾ നമ്മളൊരു ട്രിപ്പൊക്കെ പോകുമ്പോൾ അതിന് മുന്നേ നമ്മൾ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കുന്നുണ്ടോ, എവിടുന്നെങ്കിലും പുറമേ നിന്നാണോ കഴിക്കണേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മളുടെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യണത് പ്രശാന്ത്, പ്രതിഭ, അങ്ങനെ 2-3 പേര് കൂടിയിട്ടൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഉച്ചത്തേക്കുള്ള ഭക്ഷണം നമ്മൾ കൊണ്ടുപോവുകയാണ്. നമ്മൾ കൊണ്ടുപോകാൻ മീൻസ് കാറ്ററിംഗുകാരുടെ അടുത്ത് പറഞ്ഞ് ഉണ്ടാക്കിയതിന് ശേഷം അത് നമ്മുടെ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് സൗകര്യം കിട്ടുന്ന സ്ഥലത്തൊക്കെ വെച്ചിട്ട് വേണം കഴിക്കേണ്ടി വരും. പക്ഷേ അത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ഹോട്ടലിൽ പോയിട്ട് പുറമേ നിന്ന് കഴിക്കണേക്കാളും നല്ലത് നമുക്ക് വിശ്വാസമുള്ള നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഉള്ള ഒരു കാറ്ററിംഗുകാരോടൊക്കെ പറഞ്ഞിട്ട് അവരുണ്ടാക്കി നമ്മൾ കൊണ്ടുപോയിട്ട് വട്ടത്തിലിരുന്ന് അങ്ങനെ കഴിക്കാം. അപ്പം നമ്മൾക്ക് എന്തൊക്കെ സാധനങ്ങൾ കൈ പിടിക്കണം എന്നുള്ളതിനെ പറ്റി പിന്നെ നമ്മൾ എവിടേക്കാണ് പോകണേ. ഇപ്പം ഞങ്ങൾ വെള്ളച്ചാട്ടം ഒക്കെയാണ്, ഡാം വെള്ളച്ചാട്ടമൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനാവശ്യം ഇപ്പോൾ നമുക്ക് ഡ്രസ്സ് നനയെങ്ങാനാണെങ്കിൽ ഒരു സ്പെയർ ഡ്രസ്സ് കൈ പിടിക്കാം. അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ച് എന്തൊക്കെ വേണ്ടതെന്നൊക്കെ ഒരു ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ പോകുമ്പോഴും എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ വീണ്ടും ആ ലിസ്റ്റ് ഒന്ന് പരിശോധിക്കണം. നല്ലതാണ്. തലേദിവസം എന്തൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം, പിറ്റേ ദിവസം എന്തൊക്കെ കൈ പിടിക്കണം, എന്തൊക്കെ മറന്നു പോരുതെന്ന് ജസ്റ്റ് നമ്മൾ തിരക്ക് ചിലപ്പം വിട്ടുപോകും. അപ്പോൾ വേണമെങ്കിൽ ഫോണിൽ എഴുതി വയ്ക്കുക, അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി നമുക്ക് ഇത് ഡബിൾ ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്തിയിട്ട് പോകാം. കാരണം ആ രാവിലത്തെ ഹറിബറിയിൽ നമ്മൾ വല്ലതും വിട്ടുപോകാനും ചെയ്യണ്ടല്ലോ. അപ്പോൾ അതാ ഞാൻ അതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ മീൻ കറിയിലേക്ക് അരപ്പായാലും ഈ മീനായാലും ഒട്ടും വേവാനുള്ള ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയിക്കോളും. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഉള്ളി അതൊക്കെ ഒന്ന് വാടി കഴിഞ്ഞാൽ നമ്മൾ പുളിവെള്ളം ഒഴിച്ച് തിളപ്പിച്ചല്ലോ. അപ്പോൾ അതൊന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല, ബാക്കി അരപ്പും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ മീനിൽ അത്യാവശ്യം മുളക്, ഉപ്പ്, മഞ്ഞൾ ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഗ്രേവിയിലേക്കും നമ്മൾ സെപ്പറേറ്റ് അതൊക്കെ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ തീ ഇത്തിരി കുറച്ചിട്ടതിന് ശേഷം അതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. എന്നിട്ട് ഓഫ് ചെയ്യട്ടെ. ഇതിപ്പോൾ ആ ചട്ടിയുടെ ചൂടാണ്. അപ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ആദ്യം ഉള്ളി കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിന് ടോപ്പിംഗ് ആയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതങ്ങ് അടച്ചു വെച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞാൽ ഈ കറി കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള കളറായിട്ട് വരും. അതുപോലെ തന്നെ ഉപ്പ്, മുളകൊക്കെ കറക്റ്റാണ്. ഉപ്പൊക്കെ നോക്കിയിട്ട്, അതായത് ആ പുളി ഇറങ്ങും, ഇതിൽ നിന്നുള്ള ഉപ്പ് ഇറങ്ങും. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചൂടോടുകൂടി, പ്രത്യേകിച്ച് മീൻ കറിക്ക് ചൂടോട് കൂടിയിട്ട് ഉപ്പ് നോക്കിയാൽ നമുക്ക് ഒന്നും അറിയില്ല. നേരെ മറിച്ച് കുറച്ചുകൂടി ഒന്ന് ചൂടാറിയിട്ട് നോക്കുമ്പോഴായിരിക്കും അത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുക. അപ്പോൾ അത് രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ചെടുത്തു, ബാക്കിയുള്ള കറിയാണിത്. പിന്നെ ഇതൊന്ന് ചൂടാക്കി ബേഷായിട്ട് അടച്ചു വയ്ക്കും. ആ ചൂടൊന്ന് ആറിയതിന് ശേഷം നമ്മൾ വലിയ ചൂടൊന്ന് ആറിയതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചാൽ സേഫായിട്ടിരുന്നോളും. അതുപോലെ തന്നെ രാത്രി നമുക്ക് വെള്ളം തിളപ്പിച്ചിടാം. കാരണം നമ്മൾ കുടിവെള്ളം എപ്പോഴും, കാര്യം വെള്ളച്ചാട്ടം കാണാനാണ് പോകണമെന്ന് വെച്ചിട്ട് ആ വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കുടിവെള്ളം കൈ പിടിക്കണം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ച്, അപ്പോൾ നാളെ രാവിലെ നമുക്ക് പോകുമ്പോൾ ഈ വെള്ളം എടുത്ത് കൊണ്ടുപോകാം, നല്ല ആറിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ബാക്കി ഞാൻ കൊണ്ടുപോകാനായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ വഴിയോരത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനായിട്ടുള്ള പേപ്പർ, അല്ലെങ്കിൽ എന്തെങ്കിലും തുടയ്ക്കാനോ പൊതിയാനോ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ ആയിട്ടുള്ള പേപ്പർ,
അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അവിടെ എവിടെയും ഇട്ട് പോരണ്ട. അപ്പോൾ അത് ഇട്ട് കൊണ്ടുവരാനായിട്ട് ഉള്ള കവറ് അത് നമ്മൾ കയ്യിൽ കരുതണം. അതുപോലെ തന്നെ കുട, മഴ എപ്പോൾ വേണമെങ്കിൽ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നനഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ ബാഗിലേക്ക് തിരിച്ചു വയ്ക്കുമ്പോൾ അതിനൊരു കവറ്. നമ്മൾ എങ്ങാനും വെള്ളം നനയോ അങ്ങനെ എന്തെങ്കിലും മഴ പെയ്യോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാറാനായിട്ടുള്ളൊരു ജോഡി ഡ്രസ്സ്, അത് മാറാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വെള്ളം, ചൂടാറിയ വെള്ളം എടുത്തു വയ്ക്കാൻ കുപ്പി, 2 തോർത്തുമുണ്ട് ഞാൻ കരുതിയിട്ടുണ്ട്. അത് നനയാണെങ്കിൽ സെപ്പറേറ്റ് ഇടാനായിട്ടുള്ള കവറ്. അതുപോലെ തന്നെ ഫോണിൻ്റെ സ്റ്റാൻഡ്, നമുക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ പിടിക്കണമെങ്കിൽ അത് നനയുമ്പോൾ ഇടാനുള്ള കവറ്, അത്യാവശ്യം പൈസ കരുതാനുള്ള പേഴ്സ്. ഇതെല്ലാം നമ്മൾ ഇതിനല്ലാതെ വേറെ ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുട്ടിയൊന്നും കൂടെ ഇല്ലാത്തതുകൊണ്ട് വേറെ സ്നാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അല്ലെങ്കിൽ മോനുണ്ടെങ്കിൽ അവനെന്തെങ്കിലും സ്നാക്സും കൂടി ഞാൻ കയ്യിൽ കരുതും. ഇനി ഇതെല്ലാ സാധനങ്ങളും കൂടി ഭംഗിയായിട്ട് അടുക്കി നമ്മൾ ബാഗിൽ വെക്കുന്നു. ചിലർ ഇതൊന്നും കൈ പിടിക്കാതെ കൈ വീശി വരും. പക്ഷേ നമുക്കിപ്പോൾ എന്തെങ്കിലും സാധനം ആവശ്യമുണ്ടെങ്കിൽ നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാനായിട്ടും നമ്മുടെ ബാഗിൽ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കും വേണ്ട. എല്ലാ സംഭവങ്ങളും നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ നേരത്തെ എണീറ്റ്, അത്ര നേരത്തെ ഒന്നും എണീറ്റിട്ടില്ല, സാധാരണ നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ എണീറ്റ് അങ്ങനെ ചോറ് വയ്ക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പുറത്തെ ആ കലത്തിൽ നമുക്ക് ചൂടുവെള്ളം, പക്ഷേ എനിക്കിങ്ങനെ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ തണുത്ത വെള്ളത്തിൽ തന്നെയാണ് കുളിച്ചത്. പിള്ളേർക്ക് ഭരതണ്ണ ആരെങ്കിലുമൊക്കെ ചൂടുവെള്ളം വേണമെങ്കിൽ എടുത്തോട്ടെ എന്ന് വിചാരിച്ച് അപ്പുറത്ത് വെച്ചതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എനിക്കുള്ള വെള്ളയപ്പം മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് മാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കുള്ള 2 3 ഉണ്ടാക്കിയിട്ട് അമ്മ കഴിച്ചാൽ മതി, ഞങ്ങൾക്കുള്ളത് ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ പടവലങ്ങയിലും ഭരതട്ടൻ എനിക്ക് കട്ട് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഹെർബറി തിരക്ക് പിടിച്ച് അങ്ങോട്ട് ഓടി അങ്ങനെയൊന്നും ഞാൻ ജോലി ചെയ്തിട്ടില്ല. രാവിലെ ഈ ബാഗിലെ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. വെള്ളം രാവിലെ ആ കുപ്പിയിൽ നിറച്ച് ബാഗിൽ വെച്ചു. ലിസ്റ്റ് നോക്കി ഒന്നും മറന്നിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തി. നമുക്ക് ഇടാനുള്ള ഡ്രസ്സൊക്കെ തലേദിവസം തന്നെ അയൺ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരെ എടുത്തിടേ വേണ്ടോ. ആ സമയത്ത് തപ്പാനോ പിറക്കാനോ തേക്കാനോ ഒന്നിനും നിൽക്കേണ്ട. അപ്പോൾ പടവലങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കാവുന്നൊരു സാധനമാണ്. അപ്പോൾ എന്താ പറയുക, നമ്മൾ അധികം വലിയ പ്രോസസ്സൊന്നും ഇല്ലാത്ത എന്തെങ്കിലും ചെറിയ പെട്ടെന്ന് പണി കഴിയണ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ വയ്ക്കുക. അപ്പോൾ ഇതാ പടവലങ്ങയൊക്കെ ശരിയായി കിട്ടുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഉള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴുകി, പച്ചമുളക് അങ്ങനത്തെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളത് വാട്ടിയെടുക്കുകയാണ്. അപ്പോഴത്തേക്കും ഒരു ചെറിയ പടവലങ്ങയാണ് വയ്ക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനേ അവർക്ക് ആവശ്യമുള്ളൂ. ഭരതണ്ണ രാവിലെ കഞ്ഞിക്കും ആവശ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് വൈകുന്നേരത്തേക്ക് എങ്ങനെ നമ്മളൊക്കെ നോക്കിയാലും ഇതിന് ഇത്തിരി ഒരു വെള്ളം പിഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വൈകുന്നേരത്തേക്ക് എങ്ങനെയായാലും അതിൻ്റെ ഒരു സ്മെല്ലിന് വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയ്ക്കുള്ളത് കണക്കാക്കിയിട്ട് വെക്കണുള്ളൂ കേട്ടോ. ഇനി ഈ ചീനച്ചട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൽ അടി പിടിക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. വെള്ളം വറ്റിയോ കരിയോ അങ്ങനത്തെ യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല. നല്ല അടിപൊളിയാണ്. അതുപോലെ അങ്ങനെ ഇത്തിരി വെള്ളം പിഴിയണ സ്വഭാവമുള്ള പച്ചക്കറികളൊക്കെ ഇതിൽ നല്ല അടിപൊളിയായിട്ട് ഉലർന്ന് സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളത്തിൽ തിളച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ചിട്ട് തീ കുറച്ചിട്ട് നമ്മൾ വേവിക്കാൻ കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ആവശ്യമുള്ള വെള്ളയപ്പം ഉണ്ടാക്കും. കുളിക്കാൻ പോവുകയൊക്കെ ചെയ്യണ സമയത്ത് ഞാൻ ഫോൺ ചാർജിൽ കുത്തിയിട്ടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കണമെന്നും കുളിക്കണമെന്നൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താണ് ഇതാ നമ്മുടെ ഉപ്പേരിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കതിൽ വെന്തിട്ടില്ലേ ഉപ്പ്. എപ്പോഴും ഈ പടവലങ്ങ പോലത്തെ സംഭവങ്ങളെ വിശ്വസിക്കാനേ പറ്റില്ല. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുത്. അതിൽ നമ്മൾ ഇത്തിരി ഉപ്പൊന്ന് കൂടിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര കനച്ചുപ്പായിരിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് പതുക്കെ പേടിച്ചിട്ട് വേണം നമ്മളിതിൽ ഉപ്പിടാനായിട്ട്. ആദ്യം തന്നെ കുറേ കോരിയിടരുത്. പിന്നെ ഓൾറെഡി ഇത് വേകുമ്പോൾ കുറേ പതുങ്ങിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ കാര്യത്തിൽ ഇങ്ങോരെ വളരെ ശ്രദ്ധിക്കണം. നല്ല ടേസ്റ്റൊക്കെ ഉള്ള തോരനൊക്കെ ആണെങ്കിൽ പോലും ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ ഇതിന് ഒന്നിനും കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഉപ്പ് ഞാൻ വളരെ കുറച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ നല്ല തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് പരത്തിയിട്ട് കഴിഞ്ഞാൽ അതിലത്തെ ബാക്കിയുള്ള വെള്ളം കൂടിയും പെട്ടെന്ന് വറ്റി കിട്ടും കേട്ടോ. അത് നമുക്ക് അടച്ചു വയ്ക്കാം. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഞാനവിടെ മുട്ട തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ പാത്രത്തിൽ അങ്ങനെ മുട്ട തിളയ്ക്കണത് കാണുന്നുണ്ടാവും അല്ലേ. ആ സമയത്ത് തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായി കളറ് മാറിയ സമയത്താണ് നമ്മുടെ
സവോള ഒരു വലിയ സവോളയാണ് കേട്ടോ, അത് നല്ല വലിപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സവോള നന്നായി സ്ലൈസ് ചെയ്ത് കറിവേപ്പില, പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കണം ഇത് ഇത്തിരി കളറിൽ ഇത്തിരി മുന്തി നിന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കാശ്മീരി ചില്ലി പൗഡർ ഞാനിപ്പോൾ ഒരു പ്രാവശ്യം അച്ചാറിടാനായിട്ട് എടുത്തു. അതുപോലെ തന്നെ നമ്മൾ മീൻകറിയിലേക്കും കുറച്ച് എടുക്കാറുണ്ട്, ഇന്നത്തേൽ എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഇത്തിരി ഇതിലിട്ടിട്ട് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി കളറ് ഇരിക്കട്ടെ. പക്ഷേ ഞാൻ അധികം അളവ് എടുക്കണില്ല കേട്ടോ, കാരണം ഇത്തിരി എരിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർക്കാണ് മെയിനായിട്ടും മുട്ടക്കറി ഉള്ളത്, അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട്. അപ്പോൾ കുറേ അധികം ഗ്രേവി ആയിട്ട് ഉണ്ടാക്കുന്നില്ല. പിന്നെ അത് മുട്ടയൊക്കെ ഇട്ട് വരുമ്പോൾ അതിൽ ഒന്ന് പറ്റിയൊക്കെ വരുമ്പോൾ ഇത്തിരി ഒരു സെമി ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ മുളക് പൊടി ഞാൻ പിടിച്ചിട്ടെടുക്കണേ, പക്ഷേ കുഴപ്പമില്ല, ഇത് ചെറിയ സ്പൂണാണ്. അപ്പോൾ അത് അങ്ങനത്തെ ടീസ്പൂൺ കൊണ്ട് 2 ടീസ്പൂൺ എടുത്തിട്ടുള്ള. പിന്നെ മല്ലിപ്പൊടി കറിക്ക് ഒരു കൊഴുപ്പിനും മണത്തിനും കാര്യങ്ങൾക്കൊക്കെയാണ്. നമ്മളിതിൽ വേറെ പാലോ തേങ്ങയോ ഒന്നും ചേർക്കുന്നില്ല. എളുപ്പപ്പണിയാണ്, പെട്ടെന്ന് പണി കഴിയുക. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടിയിട്ട് ഇതുപോലെ ട്രിപ്പ് പോയപ്പോഴും അതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും ഫുഡ് ഓരോരോ പോർഷൻ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് റൈസാണ് ഉണ്ടാക്കി കൊണ്ടുപോയത്. അതുപോലെ തന്നെ കുടിവെള്ളം, കാബേജ് ഉപ്പേരി അങ്ങനെയൊക്കെ. പിന്നെ പിള്ളേർക്ക് ആർക്കെങ്കിലും ചോറ് കഴിക്കണമെങ്കിൽ കുറച്ച് ചോറ് പാത്രത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അമ്പിയേച്ച്, അതുപോലെ ചോറ്, പപ്പടം കാച്ചിയത്, ജ്യൂസ്, രസന, അമ്പിളിയേച്ച്, ചിക്കൻ കറി, അങ്ങനെ എല്ലാവരും ഓരോരോ സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ വലിയ ഷീറ്റൊക്കെ വിരിച്ചിരുന്ന് കഴിച്ചത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. അങ്ങനെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കണതൊക്കെ. പിന്നെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കണ ആ റിസ്ക്കും ഇല്ല. അപ്പോൾ അതാ നമ്മുടെ പറഞ്ഞിരിക്കുമ്പോൾ മുട്ട നന്നായിട്ട് അങ്ങനെ വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തീ ഓഫാക്കിയിട്ടു കേട്ടോ. ഓഫാക്കിയിട്ട് അപ്പോൾ അതിന് എന്തെങ്കിലും വേവാൻ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് തൊലി പൊളിക്കാനൊക്കെ എളുപ്പത്തിന് അത് ചൂടാറി കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ടും അതൊന്ന് എടുത്തിട്ട് പച്ചവെള്ളത്തിലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഗ്രേവിയൊക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. നമ്മൾ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി പച്ചവെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച്, അപ്പം ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ പതുക്കെ തൊലി പൊളിച്ച് അതിലേക്ക് ഇട്ടോളാന്ന്. കാരണം ഞാൻ രാവിലെ തന്നെ മുട്ടയൊന്നും കഴിക്കണില്ല, ഈ ഒരു ഗ്രേവിയും വെള്ളയപ്പം കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചിട്ട് പോണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളിൻ്റെ അവിടേക്കാണ് എത്തേണ്ടത്. അപ്പോൾ സ്കൂളിൻ്റെ അവിടേക്ക് എത്തുന്നതിന് ഇവിടെ നിന്ന് 2 ബസ് മാറി കയറിയിട്ടൊക്കെ വേണം പോകാനായിട്ട്, അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവർ പറഞ്ഞു വണ്ടി വേണമെങ്കിൽ ഇതിലേ വരാമെന്ന്. പക്ഷേ എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഇത്രയും ദൂരം ഇങ്ങോട്ട് വരേണ്ട ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭരതനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഭരതൻ പറഞ്ഞു ഇതിപ്പോൾ എന്നാൽ ഞാൻ കൊണ്ടാക്കി തരാമല്ലോ എന്ന്. അപ്പോൾ കാര്യം എനിക്ക് ആരുടെയും വണ്ടിയുടെ പിന്നിലിരുന്ന് യാത്ര ചെയ്യാൻ പേടിയാണ്. കാര്യം ഞാൻ വണ്ടി ഓടിക്കും, അത്യാവശ്യം ടൗണിക്കൊക്കെ ഞാൻ വണ്ടി കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. പക്ഷേ എനിക്ക് വണ്ടിയുടെ പിന്നിലിരിക്കാനായിട്ട് നല്ല പേടിയാണ്, പ്രത്യേകിച്ച് ഭരതൻ്റെ. അപ്പം പിന്നെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ഒന്നും പിടിച്ചില്ല, കാരണം ഞാൻ അത്ര ടെൻഷൻ അടിച്ചിട്ടാണ് വണ്ടിയുടെ പിന്നിലിരിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ ഇനി സർക്കസ് കാണിച്ചിട്ട് വീഡിയോ പിടിക്കലും കൂടി ആയി കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ നമുക്ക് ട്രിപ്പ് പോയ എൻ്റെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാ വിശേഷങ്ങളും കൂടി അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നതായിരിക്കുന്നു. എല്ലാവർക്കും ബൈ.